ജീവിതത്തിൽ അടുക്കും ചിട്ടയുമില്ലാതെ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? ഡിസോർഗനൈസ്ഡ് ഇൻ നേച്ചർ? എങ്കിൽ അതിനുള്ള ചില പോംവഴികൾ പറഞ്ഞു തരാം. നമുക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടല്ലേ, ജീവിതത്തിൽ വിജയിച്ചവരെ നോക്കി ഇങ്ങനെ നെടുവീർപ്പിടുന്നത്. അവരൊക്കെ അങ്ങനെയായി, അല്ലെങ്കിൽ അത് നേടി, ഞാൻ മാത്രം ഒരു പരാജയമാണ്, കഴിവില്ലാത്തവനാണ്, കഴിവില്ലാത്തവളാണ് എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കും ആ സമയം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൂടുതലായിട്ട് കടന്നു വരുന്നത്. എന്നാൽ ഒന്ന് ആലോചിക്കുമ്പോൾ, നമ്മൾ മടിച്ചിരുന്നപ്പോൾ അവരൊക്കെ ലക്ഷ്യബോധത്തോടെ കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും അല്ലേ? ചിലപ്പോൾ നമ്മളുടെ ലക്ഷ്യങ്ങളെപ്പറ്റി വലിയ വ്യക്തതയില്ലാത്തതോ, ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഉടനടി റിസൾട്ട് കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നതോ, കോൺഫിഡൻസ് കുറവോ, അമിതമായിട്ടുള്ള ആൻസൈറ്റിയോ, അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിത രീതികളോ ഇതിന് പലപ്പോഴും കാരണമാകാം. എന്നാൽ നിങ്ങൾ കുറച്ചൊന്ന് മനസ്സ് വെച്ചാൽ ഇതിനെയെല്ലാം നിസ്സാരമായി മറികടക്കാം. ആദ്യമായി നിങ്ങളുടെ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും തിരിച്ചറിയുക. അതിന് ചേരുന്ന ജീവിത രീതികളും പെരുമാറ്റങ്ങളുമാണോ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് നോക്കുക. നമ്മളുടെ ജീവിതത്തിൻ്റെ ശൈലികൾ, ഹാബിറ്റ്സിൽ മാറ്റം കൊണ്ടുവരുന്നതിനും ലക്ഷ്യത്തിലേക്കുള്ള യാത്ര സുഗമമാക്കുന്നതിനും ചിട്ടയായ ഒരു പെരുമാറ്റ ശൈലി ഉണ്ടാക്കിയെടുക്കുക. സ്ട്രിക്റ്റ് ഗുഡ് ഡിസിപ്ലിൻസ്. ചെയ്യുന്ന കാര്യങ്ങൾ തുടർച്ചയായി ചെയ്യുന്നതിന് വേണ്ടി സ്വയം പ്രോത്സാഹിപ്പിക്കുക. ഇൻറ്റേർണൽ മോട്ടിവേഷൻ. കൃത്യമായ ഇടവേളകളിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും ഓൺ ട്രാക്കിലാണോ എന്ന് ഉറപ്പുവരുത്തുക. ഇവയെല്ലാം ശീലമാക്കുന്നതിലൂടെ മറ്റുള്ളവരെ പോലെ നിങ്ങൾക്കും ജീവിതത്തിൽ മുന്നേറുന്നതിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എങ്ങനെ, റെഡിയല്ലേ പുതിയ ജീവിത രീതികളും ലക്ഷ്യങ്ങളുമായി മുന്നേറാൻ? ഇങ്ങനെ നമ്മളുടെ ലൈഫിനെ നമുക്ക് ഓർഗനൈസ്ഡ് ആക്കി മാറ്റാം. പലപ്പോഴും അതിനൊരു സെൽഫ് മോട്ടിവേഷൻ ആവശ്യമാണ്. ആ മോട്ടിവേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. പ്ലീസ് റീച്ച് us.